KCN News brought to you by City Gold and Diamonds, Kerala, Karnataka. The glow of purity, now 20 years. നമസ്കാരം. KCN ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പ്രധാന വാർത്തകൾ. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. പൂക്കളം ഒരുക്കാനും വസ്ത്രങ്ങൾ വാങ്ങാനും ഓണസദ്യ ഒരുക്കാനുമുള്ള തിരക്കിൽ മലയാളികൾ. ഓണത്തിന്റെ വരവറിയിച്ച് ഓണത്താർ തെയ്യം ദേശസഞ്ചാരം തുടങ്ങി. ഉത്തര മലബാറിലെ ചില ഗ്രാമങ്ങളിലാണ് മഹാബലി സങ്കല്പത്തിലുള്ള ഓണത്താറിന്റെ ഗൃഹസന്ദർശനം. മലേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായി പരാതി. കുമ്പള സ്വദേശിയായ ട്രാവൽ ഉടമയ്ക്കെതിരെ 24 യുവാക്കൾ രംഗത്തെത്തി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. സ്വർണമാല വാങ്ങാനെന്ന വ്യാജേന ജ്വല്ലറിയിലെത്തിയ മധ്യവയസ്കൻ 1 പവനോളം തൂക്കമുള്ള മാലയുമായി കടന്നു. കർണാടക കാർക്കളയിലെ ജ്വല്ലറിയിലായിരുന്നു സംഭവം. സമ്പൂർണ്ണ ജൻസുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി കൈവരിച്ച ജില്ലയായി കാസർഗോഡ്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രഖ്യാപനം നടത്തി. വയോധികരും കിടപ്പുരോഗികളുമായുള്ളവർക്ക് ഓണക്കോടി വീടുകളിൽ എത്തിച്ചു നൽകി മാണിയാട്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. 50 പേർക്കാണ് ഓണക്കോടി സമ്മാനിച്ചത്. വാർത്തകൾ വിശദമായി. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. പൂക്കളം ഒരുക്കാനും വസ്ത്രങ്ങൾ വാങ്ങാനും ഓണസദ്യ ഒരുക്കാനുമുള്ള തിരക്കിലാണ് ഓരോ മലയാളിയും. ഓണത്തിരക്കിലാണ് നാടും നഗരവും. ഇത്തവണയും വഴിയോര കച്ചവടം തന്നെയാണ് പൊടി പൊടിക്കുന്നത്. ഓണപ്പൂക്കളം ഒരുക്കാൻ പൂവ്, ഓണസദ്യ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയെല്ലാം വാങ്ങാനെത്തിയവരെ കൊണ്ട് കച്ചവട സ്ഥാപനങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഖാദി, ഹാൻഡ്ടെക്സ്, ഹാൻഡ്വീവ് എന്നിവിടങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് വിലക്കുറവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാന നഗരങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും വഴിയോരങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പൂക്കച്ചവടം തന്നെയാണ് ഇവിടങ്ങളിൽ താരം. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി ധാരാളം പേരാണ് ഇത്തവണയും പൂക്കച്ചവടവുമായി വഴിയോരങ്ങളിൽ എത്തിയിരിക്കുന്നത്. രാവിലെ പെയ്ത മഴ ഇവരെ തെല്ലൊന്ന് ആശങ്കയിലാഴ്ത്തിയെങ്കിലും അതൊന്നും കച്ചവടത്തെ ബാധിച്ചിട്ടില്ല. കാഞ്ഞങ്ങാട് നഗരത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് വഴിയോര കച്ചവടങ്ങളിൽ ഏറെയും. നഗരത്തിൽ ഉത്രാടപ്പാച്ചിൽ തിരക്ക് ഏറിയതോടെ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. ഓണവിപണിക്ക് പുറമെ പലയിടങ്ങളിലും നടക്കുന്ന സാംസ്കാരിക പരിപാടികളും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നു. ഓണം ആഘോഷിക്കുവാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. ഓണം കെങ്കേമമാക്കുവാനുള്ള സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരുടെ ഒഴുക്കാണ് കാസർഗോഡ് നഗരത്തിലേക്ക്. വിപുലമായ ഓണസദ്യ ഒരുക്കേണ്ടതിനാൽ ഇവയുണ്ടാക്കുവാനായി പച്ചക്കറികൾ വാങ്ങുവാൻ എത്തുന്നവരുടെ വലിയ തിരക്കാണ് ഓരോ കടകളിലും അനുഭവപ്പെടുന്നത്. ഞങ്ങളുടെ പ്രതിനിധി മനീഷ ആമി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവോണത്തെ വരവേൽക്കുവാൻ വേണ്ടി എല്ലാ മലയാളികളും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലാണ്. തിരുവോണത്തിന്റെ ഭാഗമായിട്ട് തലേ ദിവസമായ ഉത്രാടത്തില് ഇന്ന് വളരെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതിപ്പം പൂക്കച്ചവടമാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നുള്ള ഒരു കച്ചവടം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിൽക്കുന്ന ആളുകളോട് നമുക്ക് അതിന്റെ ഒരു അഭിപ്രായം ചോദിച്ചു വെക്കാം. ഏട്ടാ, എന്തൊക്കെയാണ് ഓണത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും? ഓണം നന്നായിട്ട് പോകുന്നു. കാസർഗോഡ് നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇന്നലെ പോലെ പൂക്കച്ചവടമൊക്കെ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും പൂർവാധി ശക്തിയായിട്ട് ആഘോഷിക്കുന്നത് എനിക്കൊരു എൻ്റെ മൈൻഡിലുള്ളത്. ഇപ്പം പിന്നെ അതിന് വിപണി നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം പൂക്കച്ചവടം എന്ന് വെച്ചാൽ എല്ലാ വർഷവും ഓണം ആഘോഷിക്കുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എങ്ങനെയാണ് പൂക്കൾക്ക് വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്രാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തിൽ അതേപോലെയാണ് അവർ കൊടുക്കുന്നത്. ബട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറച്ച് കുറവ്, അതൊരു 10 രൂപ കുറച്ച് കൊടുക്കുന്നുണ്ട്. മഴത്തിന് 40 ആണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് 30, 25 കൊടുക്കുന്നുണ്ട്. അപ്പം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ പൊതുവെ കുറവായിരിക്കും. എങ്കിൽ പോലും കച്ചവടക്കാർ ഇഷ്ടം പോലെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു നാടിന്റെ പ്രത്യേകതയൊക്കെ നമുക്കറിയുന്നതായിരിക്കും. അപ്പൊ ഈ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും അവർക്ക്? കച്ചവടക്കാര് അത് യാതൊരു എഫക്ട് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ കർണാടകക്കാരാണ്. അത്ര വലിയ എഫക്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മുടെ ദുരന്തം നമ്മുടെ മനസ്സിലുണ്ട്. ആ ദുഃഖങ്ങൾ കംപ്ലീറ്റ് തളങ്ങിട്ട് നിൽക്കുന്നത്. എന്നാലും അവർക്ക് അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇതുവരെ കിട്ടിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ പൂർവാധി ശക്തിയായിട്ട് ഇവിടെ ഈ വിപണിയിലേക്ക് വന്നിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്.
അപ്പം ഉത്രാട ദിനമാണ് ഇന്ന്. എന്നാലും നല്ലൊരു തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പൂക്കച്ചവടത്തിന്റെ ആണെങ്കിലും ഇപ്പം അവർ പറഞ്ഞു വെച്ചിട്ടുള്ള പോലെ തന്നെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും ഒരുപാട് ആളുകൾ ഈ ഒരു കർണാടകയിൽ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രതീക്ഷയാണ്. വയനാട് ദുരന്തമൊന്നും അവരെ അത്രയൊരു എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ പൂക്കച്ചവടമായിട്ട് അവരെത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിൽക്കുന്ന ആളുകളോട് നമുക്കൊന്ന് ജസ്റ്റ് ചോദിച്ചു നോക്കാം, തിരക്കാണ് അവർ പറയുമെന്നുള്ളത് നമുക്കൊന്ന് ചോദിക്കാം. എക്സ്ക്യൂസ് മീ മാം, അപ്പം എന്താണ് ഓണത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? പൂ വാങ്ങാൻ വേണ്ടി വന്നതായിരിക്കും. പൂക്കളം ഒരുക്കണം ഇപ്രാവശ്യം. ഞങ്ങൾ കുറെ വർഷമായിട്ട് ഗൾഫിലായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ആദ്യമായിട്ട് നാട്ടിൽ ഓണാഘോഷിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ട് ഓണാഘോഷിക്കുന്നത് നാട്ടിലായതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഗൾഫിലെ ഓണവും ഇപ്പൊ നാട്ടിലെത്തിയതിനു ശേഷമുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. വയനാട് ദുരന്തമൊക്കെയാണ്, എന്നാലും ആളുകൾ പരിമിതമായ രീതിയിൽ ഓണം ആഘോഷിച്ച് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതയുള്ളതാണ്. വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾക്കൊക്കെ? വില ഞങ്ങളിപ്പോ വെജിറ്റബിൾസ് വാങ്ങിക്കാൻ പോണതേ ഉള്ളൂ, അറിയില്ല. വില കുറവ് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പൂക്കൾക്ക് എനിക്ക് തോന്നുന്നു റീസണബിൾ റേറ്റ് ആണ്. റീസണബിൾ ആണ്. ഒരു മുളം 20 ആണ് അവര് പറയുന്നത്. അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അവർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ ഓണം സീസൺ ആകുമ്പോ. ഓക്കെ, അപ്പം ഓണം ആഘോഷിക്കാൻ വേണ്ടി നാട്ടിലെത്തിയിട്ടുള്ള ഒരുപാട് ആളുകളും കൂടി നമുക്കുണ്ട്. അപ്പം പഴയ ബസ് സ്റ്റാൻഡിൽ ഇപ്പൊ അത്യാവശ്യം നല്ലൊരു തിരക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മെയിനായിട്ടുള്ളത് പൂക്കച്ചവടം തന്നെയാണ്. ഇതൊരു സൈഡ് മാത്രമാണ് പഴയ ബസ് സ്റ്റാൻഡിന്റെ. ഇതിന്റെ ചുറ്റിലായിട്ട് ഡ്രസ്സ് വാങ്ങാൻ വരുന്ന ആൾക്കാരായിക്കോട്ടെ, പച്ചക്കറിയുടെ ആയിക്കോട്ടെ, ഒരുപാട് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം നാളത്തെ തിരുവോണം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പരിമിതമായിട്ടാണെങ്കിലും നല്ല രീതിയിൽ ആഘോഷിക്കാൻ കഴിയട്ടെ എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഓണത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമെന്ന് പറയുന്നത് ഓണസദ്യയാണ്. അതുകൊണ്ട് തന്നെ പച്ചക്കറി മാർക്കറ്റുകളിൽ വലിയ തിരക്കായിരിക്കും ഈ ഓണത്തിന്റെ ഉത്രാട ദിനത്തിൽ തന്നെ. കാരണം തിരുവോണ ദിനത്തിൽ സദ്യ ഒരുക്കാനുള്ള ആളുകളുടെ നെട്ടോട്ടാണ് ഈ ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്നത് തന്നെ. അപ്പം നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം, എന്താണ് ഈ പച്ചക്കറിന്റെ മുമ്പത്തെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആവശ്യക്കാർ കൂടുതലാകുമ്പോൾ റേറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. പച്ചക്കറിന്റെ വിലയും കാര്യങ്ങളും എന്താണ് മുമ്പത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് മാറ്റം വന്നിട്ടുണ്ടോ? ആളുകൾ വാങ്ങുന്നുണ്ടോ? ഒരുപാട് തിരക്കുള്ള കഴിഞ്ഞ ഒരു 2-3 വർഷം പിന്നിട്ടതിന് ശേഷം നല്ലൊരു പബ്ലിക്കാണ് ഇപ്രാവശ്യം കാസർഗോഡ് ഇറങ്ങിയിട്ടുള്ളത്. വിലയിലും വലിയൊരു മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. മാക്സിമം സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന വിലയിലാണ് ഇപ്പോൾ പച്ചക്കറി വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. അതിൽ ഇച്ചിരി കൂടിയതൊന്ന് പയറ് മാത്രമേ ഇച്ചിരി വില കൂടുതലായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ സാധനത്തിലും നമ്മുടെ സാധാരണ മിഡിൽ റേറ്റ് ആണ്. അതിൻ്റെ റേറ്റ് നമ്മൾ ബോർഡ് ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് അതും കൂടി പറഞ്ഞു. ഓക്കെ, അപ്പൊ ആൾക്കാരൊക്കെ വരുന്നത് എങ്ങനെയാ? കഴിഞ്ഞ വർഷവും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഓണവും ഈ വർഷത്തെ ഓണവും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഇപ്രാവശ്യത്തെ ഓണം ഒന്നുകൂടി ഉഷാറാക്കിയിട്ടുണ്ട്, ഒന്ന് പെരുപ്പിച്ചെടുത്തിട്ടുണ്ട്. ജനങ്ങൾ നല്ല തിരക്കിടില്ലാത്ത പബ്ലിക്കും ഉണ്ട്. സാധനങ്ങളൊക്കെ കൂടുതൽ ചിലവായിട്ടുമുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ നല്ലൊരു മന്ദഗതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം അതിന് നല്ലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഓണം ശരിക്കും നല്ലൊരു ആഘോഷമായിട്ട് തന്നെ ജനങ്ങൾ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ പബ്ലിക്. അതെ, അപ്പം ഈ ഇപ്രാവശ്യത്തെ ഓണവും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷപൂർവ്വം സദ്യയൊക്കെ ആക്കി കൊണ്ടാടാൻ തന്നെയാണ് എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പച്ചക്കറി റേറ്റിൽ ഒരു റീസണബിൾ റേറ്റ് തന്നെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. വലിയ വില കൂടുതലോ കുറവോ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ആവശ്യക്കാരും ഒരുപാട് ഈ പച്ചക്കറി മാർക്കറ്റുകളിൽ വന്നിട്ടുണ്ട്. ക്യാമറാമാൻ ചേതൻ കുമാറിനോടൊപ്പം മനീഷ ആമി, KCN ന്യൂസ്, കാസർഗോഡ്. അത്യുത്തര കേരളത്തിൽ ഓണത്തിന്റെ വരവറിയിച്ച് ഓണത്താർ തെയ്യം ദേശസഞ്ചാരം തുടങ്ങി. ഉത്തര മലബാറിലെ ചില ഗ്രാമങ്ങളിലാണ് മഹാബലി സങ്കല്പത്തിലുള്ള ഓണത്താർ ഗൃഹസന്ദർശനം നടത്തുന്നത്. ആനന്ദത്തിന്റെയും ഐശ്വര്യത്തിന്റെയും മണികിലുക്കം കേൾപ്പിച്ച് തിരുവോണത്തിന്റെ വരവറിയിച്ച ഓണത്താർ വന്നെത്തി. ചിലയിടങ്ങളിൽ അത്തം മുതൽ തിരുവോണം വരെയാണ് ഓണത്താർ വീടുകളിലെത്താറുള്ളത്. കുട്ടികളാണ് കോലമണിയുക. മണികിലുക്കി ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ ചുവടുവെച്ചാണ് ഓണത്താർ എത്തുന്നത്. മുഖത്തെഴുത്തും ഉടയാടകളും തലയിൽ കിരീടവും ഉണ്ടാകും. വീടുകളിലെത്തുന്ന ഓണത്താർ തെയ്യം പാട്ടിന്റെ അകമ്പടിയോടെ പൂക്കളത്തിന് ചുറ്റും നൃത്തം വയ്ക്കും.
മഹാബലി സങ്കല്പവുമായി ഓണത്താർ വീട്ടുമുറ്റങ്ങളിലേക്ക് പടികയറുമ്പോൾ നിറദീപവുമായി വീട്ടമ്മമാർ വരവേൽക്കുന്നു. അസുര ചക്രവർത്തിയായ മഹാബലിയുടെ ചരിത്രമാണ് ഓണത്താർ പാട്ടിൻ്റെ ഉള്ളടക്കം. മാവേലിപ്പാട്ടെന്നും ഓണപ്പാട്ടെന്നും ഇത് പറയപ്പെടുന്നു. വണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികളാണ് ഓണത്താർ വേഷം കെട്ടുക. ഈ ചിങ്ങമാസത്തിലാണ് ഐശ്വര്യം വീട്ടിലേക്ക് വരുന്നത്. പൊന്നോണത്തിനോടനുബന്ധിച്ച് ഓണത്തിനോടനുബന്ധിച്ചാണ് ഐശ്വര്യം വരുന്നത്. അതുകൊണ്ട് അത്തം മുതൽ 10 ദിവസങ്ങളിലായിട്ട് ഈ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു സങ്കല്പത്തോട് കൂടിയിട്ടാണ് ഈ ഓണത്താർ വരുന്നത്. അങ്ങനെ ഇപ്പം ഇത് ലോപിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ജില്ലകളിൽ ഈ വടക്കൻ മേഖലയിൽ ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പം ഇവിടെ ഇപ്പം കാഞ്ഞങ്ങാട്, നീലേശ്വരം ഇങ്ങനെ 2-3 ഏരിയയിൽ മാത്രമേ ഇതില്ലൂ. നീലേശ്വരം ഭാഗങ്ങളിൽ മഹാവിഷ്ണു സങ്കല്പമാണ് ഓണത്താറിനുള്ളത്. ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണനായും സങ്കല്പമുണ്ട്. എന്നാൽ മറ്റിടങ്ങളിൽ ഓണത്താർ എന്നാൽ മഹാബലി സങ്കല്പമാണ്. തെയ്യങ്ങളുടെ നാടായ ഉത്തര കേരളത്തിൽ ഓണത്തിന് മാത്രം കെട്ടിയാടുന്ന തെയ്യമാണ് ഓണത്തെയ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയുമായി കർണാടക സ്വദേശികളായ യുവാക്കൾ. കുമ്പള സ്വദേശിയായ ട്രാവൽ ഉടമയ്ക്കെതിരെ കർണാടക സ്വദേശികളായ 24 യുവാക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. മലേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് വഞ്ചിക്കപ്പെട്ടതായി കർണാടക സ്വദേശികളായ 24 യുവാക്കൾ പരാതിയുമായി രംഗത്ത്. ദക്ഷിണ കർണാടകയിലെ സുള്യ, ബെൽത്തങ്ങാടി, പുത്തൂർ എന്നിവിടങ്ങളിലെ 11 പേരടങ്ങുന്ന സംഘം കുമ്പള പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വഞ്ചിക്കപ്പെട്ട കാര്യം വ്യക്തമാക്കിയത്. കുമ്പള മാർക്കറ്റ് റോഡിലെ ട്രാവൽ ഉടമയായ പൊതുപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ മകൻ, കർണാടക BC റോഡ് സ്വദേശിയായ ജീവനക്കാരൻ എന്നിവർക്കെതിരെയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ಅಲ್ಲಿ ಹೋಗಿ ನಮ್ಮನ್ನು ಏರ್ಪೋರ್ಟಿಗೆ ಹೋದಾಗ ಇಮಿಗ್ರೇಷನ್ ಅವರು ಹೇಳಿದ್ರು, ಹೀಗೆ ನೀವು ಟೂರಿಸ್ಟ್ ವೀಸಾದಲ್ಲಿ ಬಂದಿರೋದು, ನಿಮ್ಮದು ಟಿಕೆಟ್ ಎಲ್ಲ ಯಾವುದು ಕನ್ಫರ್ಮ್ ಇಲ್ಲ, ಹಾಗೆ ನಮ್ಮನ್ನು ಅಲ್ಲಿ 3 ದಿವಸ ಸ್ಟಕ್ ಮಾಡಿದ್ದಾರೆ ಏರ್ಪೋರ್ಟಲ್ಲಿ. ಏರ್ಪೋರ್ಟಿಂದ ಎಲ್ಲಿ ಹೊರಗೆ ಹೋಗಲಿಕ್ಕೆ ಬಿಟ್ಟಿಲ್ಲ. ಒಂದು ರೂಮಲ್ಲಿ ಕೋಣೆಯಲ್ಲಿ ಹಾಕಿ 3 ದಿವಸ ನಮಗೆ ಸ್ನಾನ ಮಾಡಲಿಕ್ಕಿಲ್ಲ, ಊಟ ಇಲ್ಲ, ಏನಿಲ್ಲದಾಗೆ ಮಾಡಿದ್ದಾರೆ. ಹಾಗೆ ಮತ್ತೆ 3 ದಿನ ಆದಮೇಲೆ ಅವರೇ ಟಿಕೆಟ್ ಮಾಡಿ ರಿಟರ್ನ್ ಇಂಡಿಯಾಗೆ ಕಳಿಸಿದ್ದಾರೆ. ನಾವೀಗ ತುಂಬ ಕಷ್ಟದಲ್ಲಿದ್ದೇವೆ. ನಮಗೆ ಅಂದರೆ ತುಂಬ ಕಷ್ಟಪಟ್ಟು ಚಿನ್ನೆಲ್ಲ ಅಡವಿಟ್ಟು ನಾವು ಕೊಟ್ಟಿರೋ ಹಣ. ಹಾಗೆ ತುಂಬ ಮಂದಿ ನಾವು ಅಲ್ಲಿ ಹೋದವರು ಕೂಡ ಲಾಕ್ ಆಗಿದೆ, ಅಲ್ಲದೆ ಕೆಲಸ ಆಗ್ಬೇಕಂತ ಅಡ್ವಾನ್ಸ್ ಪೇಮೆಂಟ್ ಮಾಡಿದವರು ತುಂಬ ಜನ ಇದ್ದಾರೆ. 5,000 ಹಾಗೆಲ್ಲ ಅಮೌಂಟ್ ಹಾಕಿದವರಿಗೆ ಕೆಲಸ ಕೂಡ ಇಲ್ಲ, ವೀಸಾ ಕೂಡ ಇಲ್ಲ, ಟಿಕೆಟ್ ಕೂಡ ಇಲ್ಲ, ಏನು ಕೊಟ್ಟಿಲ್ಲ ಅವರು. ഒരാളിൽ നിന്നും 1,35,000 രൂപയാണ് വിസക്കായി ട്രാവൽ ഉടമകൾ വാങ്ങിയത്. 3 ഗഡുക്കളായാണ് പണം നൽകിയതെന്നും 55,000 രൂപ അഡ്വാൻസായി നൽകിയതായും ഇവർ പറഞ്ഞു. ഓഗസ്റ്റ് 28 രാത്രി 12:30 തിരുവനന്തപുരത്ത് നിന്നുള്ള എയർ ഏഷ്യ വിമാനത്തിലാണ് 12 പേർ യാത്ര തിരിച്ചത്. മലേഷ്യൻ ടൂറിസവുമായി ബന്ധപ്പെട്ട ജോലിയെന്നാണ് പറഞ്ഞത്. അവിടെ എത്തിയപ്പോഴാണ് ടിഷ്യൂ കമ്പനിയുടെ വെയർഹൌസിലേക്കുള്ള വിസയായിരുന്നുവെന്ന കാര്യം മനസ്സിലാക്കിയത്. മലേഷ്യയിലെത്തിയ യുവാക്കൾ ടൂറിസ്റ്റ് വിസയായതിനാൽ തിരിച്ചു വരുന്ന ടിക്കറ്റില്ലാത്തതിനാൽ എയർപോർട്ടിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ലെന്നും 3 ദിവസം ഭക്ഷണമില്ലാതെ അവിടെ കഴിഞ്ഞുവെന്നും അവസാനം എയർപോർട്ട് അധികൃതർ തിരിച്ചയക്കുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു. മറ്റു പലരിൽ നിന്നായി 1,00,000-ഉം 50,000-ഉം വിസയും ജോലിയും വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്തതായും ഇവർ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രജ്വൽ, അശ്വത്, രാകേഷ്, മനോജ്, ശ്രീനിവാസ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കുമ്പള. സ്വർണമാല വാങ്ങാനെന്ന വ്യാജേന ജ്വല്ലറിയിലെത്തിയ മധ്യവയസ്കൻ 1 പവനോളം തൂക്കമുള്ള മാലയുമായി കടന്നു. കർണാടക കാർക്കളയിലെ ജ്വല്ലറിയിലായിരുന്നു സംഭവം. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ KCN ന്യൂസിന്. സ്വർണമാല വാങ്ങാനെന്ന വ്യാജേന ജ്വല്ലറിയിലെത്തിയ മധ്യവയസ്കൻ 1 പവനോളം തൂക്കമുള്ള മാലയുമായി കടന്നു. കർണാടക കാർക്കള കസബ മുരുമാർഗ ജംഗ്ഷന് സമീപമുള്ള കുക്കുണ്ടൂർ അമിത് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഉഷാലക്ഷ്മി എന്ന ജ്വല്ലറിയിലാണ് കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ മോഷണം നടന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടെ ജ്വല്ലറിയിലെത്തിയ മധ്യവയസ്കൻ ഒരു സ്വർണ്ണക്കൊന്തയുള്ള ചെയിൻ കാണിക്കാൻ ജീവനക്കാരിയോട് ആവശ്യപ്പെട്ടു. ഈ ചെയിൻ പരിശോധിച്ചുകൊണ്ടിരിക്കെ മറ്റൊരു മാല കാണിക്കാൻ ആവശ്യപ്പെട്ടു. ജീവനക്കാരി അത് തിരയുന്നതിനിടെ മധ്യവയസ്കൻ 7.63 ഗ്രാം തൂക്കമുള്ള മാലയുമായി കടന്നു കളയുകയായിരുന്നു. മോഷണത്തിന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ മധ്യവയസ്കൻ സ്വർണം മോഷ്ടിക്കുന്നത് വ്യക്തമായും കാണാം. കടയുടമയുടെ പരാതിയിൽ കാർക്കള സിറ്റി പോലീസ് കേസെടുത്തിട്ടുണ്ട്. മോഷ്ടാവിനായി അന്വേഷണം ഊർജിതമാക്കിയതായി കാർക്കള സിറ്റി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സമ്പൂർണ്ണ ജൻസുരക്ഷ ഇൻഷുറൻസ് പദ്ധതി കൈവരിച്ച ജില്ലയായി കാസർഗോഡ്.
രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രഖ്യാപനം നടത്തി. സംസ്ഥാന തലത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ ജില്ലയാണ് കാസർഗോഡ്. സമ്പൂർണ്ണ ജൻ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി കൈവരിച്ച ജില്ലയായി കാസർഗോഡിനെ പ്രഖ്യാപിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലൈഫ് അപകട ഇൻഷുറൻസ് നൽകുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന PM ജൻ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയിൽ കാസർഗോഡ് ജില്ല സമ്പൂർണ്ണത കൈവരിച്ചതിന്റെ പ്രഖ്യാപനമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP നടത്തിയത്. ഈ സമ്പന്നന്മാർക്ക് അവർ സമ്പാദിച്ച സ്വത്തിന് ഒരു പ്രാവശ്യം നികുതി ചുമത്തിയാൽ ആ ശതമാനം നികുതി കൊണ്ട് 50 ലക്ഷത്തോളം വരുന്ന പ്രൈമറി അധ്യാപകരെ ഈ രാജ്യത്ത് നിയമിക്കാമെന്നാണ് ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഒരു സർവേ. അത് 2% നികത്തിയാൽ നമ്മുടെ ദാരിദ്ര്യത്തിന് ഒരു പരിധിവരെ അറുതി വരുത്താൻ ആ ടാക്സ് കൊണ്ട് കഴിയുമെന്നുള്ളതാണ്. ഇപ്പോഴും GST കൊടുക്കുന്ന ഈ സമ്പന്നന്മാർ 3% മാത്രമാണ്. ബാക്കി 40% GST സാധാരണക്കാരായ ആളുകളിൽ നിന്നാണ് പിരിച്ചെടുക്കുന്നത്. നേട്ടം കൈവരിക്കുന്നതിനായി പ്രവർത്തിച്ച കുടുംബശ്രീ ജില്ലാ മിഷൻ, വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കുള്ള മെമന്റോ രാജ്മോഹൻ ഉണ്ണിത്താൻ MP വിതരണം ചെയ്തു. കാസർഗോഡ് കേരള ബാങ്ക് ഹാളിൽ നടന്ന പ്രഖ്യാപന പരിപാടിയിൽ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ അധ്യക്ഷത വഹിച്ചു. RBI ഡെപ്യൂട്ടി ജനറൽ മാനേജർ KB ശ്രീകുമാർ, SLBC കൺവീനർ KS പ്രദീപ്, ലീഡ് ബാങ്ക് ജനറൽ മാനേജർ ഭാസ്കർ ചക്രവർത്തി, ലീഡ് ബാങ്ക് മാനേജർ S. തിപേഷ്, കാനറ ബാങ്ക് ജനറൽ മാനേജർ അനിൽകുമാർ നായർ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, നഗരസഭാ ചെയർമാൻമാർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കാനറ ബാങ്ക് AGM അൻഷുമാൻ സ്വാഗതവും കാനറ ബാങ്ക് കാസർഗോഡ് റീജിയണൽ ഓഫീസ് DM NV ബിമൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണക്കാലം പുതിയ പ്രതീക്ഷകൾക്കപ്പുറം ഓർമ്മയുടെ പഴയ കാലത്തേക്കുള്ള തിരിച്ചുപോക്ക് കൂടിയാണ്. അത്തവും ഉത്രാടവും തിരുവോണവും അവിട്ടവുമെല്ലാം നിറമുള്ള നമ്മുടെ ആഘോഷമായി മാറുകയാണ്. ഓണക്കാലത്തെ ഓർത്തെടുക്കാൻ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഓണത്താളം വീഡിയോ ആൽബം ശ്രദ്ധയാകർഷിക്കുന്നതാണ്. ഉത്രാടക്കാറ്റിനുമുണ്ടൊരു കൊഞ്ചൽ നാദം പൂവായി. ഓണപ്പാട്ടും നാടൻ കളികളും പൂവിറുക്കലും പൂക്കളമൊരുക്കലുമൊക്കെയായി നഗരങ്ങളെ അപേക്ഷിച്ച് നാട്ടിൻപുറങ്ങളാണ് ഏറെ സജീവമാകാറ്. അത് ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ് പടന്ന കൃഷിഭവനിൽ അസിസ്റ്റന്റ് കൃഷി ഓഫീസറായ ക്ലായിക്കോട് സ്വദേശി PP കപിലും സംഘവും ഒരുക്കിയ ഓണത്താളം. കൊന്നക്കാട് സാവിത്രി കൃഷ്ണൻ രചിച്ച വരികൾ ഉമേഷ് നീലേശ്വരമാണ് ചിട്ടപ്പെടുത്തി നൽകി ആലപിച്ചത്. ചിത്രസംയോജനവും സംവിധാനവും കപിൽ ക്ലായിക്കോട് നിർവഹിച്ച ആൽബത്തിനായി വീഡിയോ ചിത്രീകരിച്ചത് നവീൻ പൈനിയാണ്. ഗോപി കൃഷ്ണനാണ് സഹസംവിധാനം നിർവഹിച്ചത്. വിപിൻ കുമാർ, ഷൈബു, സുരേഷ് വൈറ്റ്ലി, പ്രവീൺ മേച്ചേരി, ഡോക്ടർ P. രതീഷ്, ദീപേഷ് കുറുവാട്ട്, K. ഗിരീഷ് കുമാർ, റിഞ്ചു എന്നിവരും ഓണത്താളത്തിൽ വേഷമിട്ടു. ലോകമെമ്പാടുമുള്ള മലയാളികൾ സന്തോഷത്തിലും സമൃദ്ധിയിലും ഓണാഘോഷിക്കുന്ന ഈ നാളുകളിൽ ഒരു ഓണപ്പാട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ആദ്യമായി ഞാൻ സംവിധാനം ചെയ്യുന്ന ഓണപ്പാട്ട് ഈ വർഷം നവീൻ പൈനയുടെ ചാനലിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത്. സാവിത്രി കൃഷ്ണ കൊന്നക്കാടിൻ്റെ വരികൾക്ക് ഉമേഷ് നീലേശ്വരം സംഗീതം പകർന്ന് ഉമേഷ് നീലേശ്വരം തന്നെ ആലപിച്ച ഈ വീഡിയോ സോങ് യൂട്യൂബ് ചാനലിലാണ് റിലീസ് ചെയ്തത്. കണിയാട റെഡ് മൂണിൽ ചിത്രീകരിച്ച വീഡിയോയ്ക്കായി നന്ദനം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റേതാണ് സാങ്കേതിക സഹായം. യൂട്യൂബിലാണ് വീഡിയോ ആൽബം റിലീസ് ചെയ്തത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വയോധികരും കിടപ്പുരോഗികളുമായവർക്ക് ഓണക്കോടി വീടുകളിൽ എത്തിച്ചു നൽകി മാണിയാട്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. മാണിയാട്ട് ഗ്രാമത്തിലെ 50 പേർക്കാണ് ഓണക്കോടി സമ്മാനിച്ചത്. പാലിയേറ്റീവ് കെയർ ഹാളിൽ നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങോത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വീടുകളുടെ ചുവരുകൾക്കുള്ളിൽ തളച്ചിടപ്പെടുന്ന കിടപ്പുരോഗികളെ ചേർത്ത് പിടിക്കുന്ന പാലിയേറ്റീവ് സൊസൈറ്റി കഴിഞ്ഞ 12 വർഷമായി ഓണം വിഷു ആഘോഷവേളകളിലാണ് കോടി വസ്ത്രങ്ങൾ ഇവർക്ക് എത്തിച്ചു നൽകുന്നത്. ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന വേളയിൽ മാണിയാട്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അംഗങ്ങളായ 60 പേർ ഉത്രാടം നാളിൽ 4 സംഘങ്ങളായി തിരിഞ്ഞാണ് മാണിയാട്ട് ഗ്രാമത്തിലെ വീടുകളിൽ ഓണക്കോടികൾ എത്തിച്ചത്. പാലിയേറ്റീവ് കെയർ ഹാളിൽ നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്ത് ഓണക്കോടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്വാഭാവികമായിട്ടും മാറാട്ടം വന്ന് വിളിച്ചു പോയതിനു ശേഷം ഞാൻ മനസ്സിലാക്കി എൻ്റെ പരിചയക്കാരൊക്കെ ഇവിടെ ഉണ്ട്, എൻ്റെ അകത്ത ബന്ധുക്കളും അടുത്ത ബന്ധുക്കളൊക്കെ ഈ പരിസരത്തൊക്കെയുണ്ട്. അവരോട് ചോദിച്ചതിൽ എനിക്കറിയാം 10 വർഷത്തിലധികമായിട്ട് ഇവിടെ ഈ ആതുര സേവാ രംഗത്ത് പ്രവർത്തിക്കുകയും വർഷങ്ങളായിട്ട് ഈ ഓണത്തിന് ഇതുപോലുള്ള പരിപാടികൾ ചെയ്യുന്നു എന്നും അറിഞ്ഞിട്ടു. അതുതന്നെ വലിയ കാര്യം. കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് അതെല്ലാം പോയി അവരവൻ്റെ കാര്യങ്ങളിലേക്ക് മാറി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ
ഈ നാട്ടിലെ സാധാരണക്കാരനായ പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ പിന്നണിയിൽ നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഈ ഓണക്കാലത്ത് തന്നെ ഒരു ഉപഹാരം കൊടുക്കുന്നു എന്നുള്ളതും നിങ്ങളുടെ മറ്റ് സേവന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഈ ഫ്രീസർ നമുക്കറിയാം അതൊരു വ്യവസായമായി മാറി എന്നുള്ളതാണ്. പലപ്പോഴും ഇത് കിട്ടാറുണ്ട്. വലിയ വാടകയും കൊടുത്തിട്ട്. സൊസൈറ്റി പ്രസിഡന്റ് ടി വി ബാലൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഇ രാഘവൻ മാസ്റ്റർ, ട്രഷറർ സി സുരേഷൻ എന്നിവർ സംസാരിച്ചു. സി നാരായണൻ, എം കെ മോഹനൻ, തമ്പാൻ കാനേരി, സി പ്രദീപൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 4 സംഘങ്ങളാണ് ഓണക്കോടി വീടുകളിൽ എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണോത്സവം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും പൂക്കളവും ഓണസദ്യയുമെല്ലാം ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ ആഘോഷ പരിപാടികളോടെ ഓണോത്സവം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. സ്കൂൾ അങ്കണത്തിൽ പൂക്കളം ഒരുക്കിയത് മനോഹര കാഴ്ചയായി. കായിക മത്സരങ്ങളും ഓണപ്പാട്ടുകളും ഓണസദ്യയുമെല്ലാം ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. ഓണത്തിന്റെ പൈതൃകവും സാംസ്കാരിക മൂല്യങ്ങളും കുട്ടികൾക്ക് പകർന്നു നൽകുന്നതായി ഈ ആഘോഷം മാറി. രക്ഷാകർതൃ സംഘം, പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനകൾ, SMC എന്നിവരെല്ലാം പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ ലിറ്റററി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തവണത്തെ ഓണാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ ഓണാഘോഷത്തെ വർണ്ണാഭമാക്കി. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിന്റെ ലിറ്റററി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തവണത്തെ ഓണാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വാമന ജയന്തിയാണ് തിരുവോണമായി ആഘോഷിക്കുന്നതെന്നും യഥാർത്ഥത്തിൽ വാമനമൂർത്തി മഹാബലിയെ അനുഗ്രഹിക്കുകയാണ് ഉണ്ടായതെന്നുമുള്ള മൂലകഥ ചിന്മയ മിഷൻ കേരള ഘടകം മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. എല്ലാവരും സഹവർത്തിത്വത്തോടെ കഴിയണമെന്നുള്ള സന്ദേശം വിദ്യാലയ പ്രിൻസിപ്പൽ KC സുനിൽകുമാർ ആശംസാ പ്രസംഗത്തിനിടയിൽ സൂചിപ്പിച്ചു. വിദ്യാർത്ഥിയായ പ്രാർത്ഥന R രഞ്ജീവ് ഓണാഘോഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി വിവിധ മത്സരങ്ങൾ നടത്തി. വിദ്യാലയ പ്രിൻസിപ്പൽ KC സുനിൽകുമാർ, വൈസ് പ്രിൻസിപ്പൽ പ്രശാന്ത് B എന്നിവരുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയും സംഘടിപ്പിച്ചു. വിദ്യാലയ സെക്രട്ടറി ദിശ ചൈതന്യ, പ്രഥമാധ്യാപികമാരായ പൂർണിമ SR, സിന്ധു ശശീന്ദ്രൻ, അധ്യാപകേതര ജീവനക്കാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഓണാഘോഷ പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചു. വിദ്യാർത്ഥികളായ അസാബരി സ്വാഗതവും ശീതൾ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇടവേള. ഡ്രീം ഫ്ലവർ IVF സെന്റർ ലോകോത്തര നിലവാരമുള്ള സാങ്കേതിക വിദ്യയിലൂടെ വിദഗ്ധമായ വന്ധ്യതാ ചികിത്സ നൽകിക്കൊണ്ട് കേരളത്തിലെ ഒരു മികച്ച IVF സെന്റർ ആയിരിക്കുകയാണ് ഡ്രീം ഫ്ലവർ IVF സെന്റർ. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. ഫോൺ 9995064067. അമ്മ എന്താ കമ്മല് വാങ്ങിക്കാത്ത? ആദ്യം അപ്പൂന് സൈക്കിള്, എന്നിട്ട് അമ്മ കമ്മല് വാങ്ങാട്ടോ. അപ്പു, നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം. റോഷി ജ്വല്ലറി, ബാങ്ക് റോഡ്, അൻകോട്ട് റോഡ്, കാസർഗോഡ്. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്.
ಕಟ್ಟಡ ನಿರ್ಮಾಣ ಕ್ಷೇತ್ರದಲ್ಲಿ 45 ವರ್ಷಗಳನ್ನ ಪೂರೈಸಿದ ಕಾಸರಗೋಡಿನ ವಿಶ್ವಾಸನೀಯ ಸಂಸ್ಥೆ ಶ್ರೀ ಕೃಷ್ಣ ಹಾರ್ಡ್ವೇರ್ ಇದೀಗ ವಿಶಾಲವಾದ ರೀತಿಯಲ್ಲಿ ಹೆಚ್ಚಿನ ಸೌಲಭ್ಯಗಳೊಂದಿಗೆ ಪುರಾತನ ಶೈಲಿಯ ಮಣಿಚಿತ್ರ ಮಾಡೆಲ್ ಲಾಕ್ಗಳಿಂದ ಹಿಡಿದು ಮನೆಯ ಸೌಂದರ್ಯವನ್ನ ಹೆಚ್ಚಿಸುವ ಸಣ್ಣ ಹಾಗೂ ದೊಡ್ಡ ರೀತಿಗಳ ನೂತನ ಲಾಕಿಂಗ್ ಸಿಸ್ಟಮ್, ಆಧುನಿಕತೆಗೆ ಹೊಂದಿಕೊಂಡು ಅಡುಗೆ ಕೋಣೆಗೆ ಬೇಕಾದ ಮಾಡ್ಯುಲರ್ ಕಿಚನ್ ವ್ಯವಸ್ಥೆ, ಕಿಚನ್ ಆಕ್ಸೆಸರೀಸ್, ವಿವಿಧ ರೀತಿಯ ಸ್ಟ್ರಾಂಗ್ ಹಾಗೂ ಶ್ರೇಷ್ಠ ಗುಣಮಟ್ಟದ ಲಾಕರ್ಗಳು, ವಿವಿಧ ಬ್ರ್ಯಾಂಡ್ಗಳ ಪೇಂಟ್ ಹಾಗೂ ಶ್ರೇಷ್ಠ ಗುಣಮಟ್ಟದ ಸಾಮಗ್ರಿಗಳು ಕೈಗೆಟುಕುವ ದರಗಳಲ್ಲಿ ലഭ്യ. ശ്രീ കൃഷ്ണ ഹാർഡ്വെയർ, എംജി റോഡ്, കാസർഗോഡ്. സ്പോർട്സ് ലൈൻ ഗ്രൂപ്പിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ട്രോഫി ഷോറൂമായ ട്രോഫി മാളിന്റെ ഉജ്ജ്വല വിജയത്തിന് ശേഷം ഇതാ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ജനകീയ വിനോദമായ ഫുട്ബോളിനും ഷട്ടിൽ ബാഡ്മിന്റനുമായി ഒരു വിസ്മയ ലോകം. 10,000-കണക്കിന് ട്രോഫികളും മെമന്റോകളും ഒരുക്കി പേരുകേട്ട ട്രോഫി മാളിലാണ് ഏറ്റവും പുതിയ മോഡൽ ട്രോഫികൾ ഇന്ത്യയിൽ ആദ്യമായി എത്തുന്നത്. ട്രോഫി മാൾ, ട്രോഫീസ്, മെമന്റോസ്, അവാർഡ്സ്, നുള്ളിപ്പാടി, കാസർഗോഡ്. Beautiful and excellent quality furnitures are giving pride to every home. Tamam Furniture World, most popular furniture brand in Kerala and Karnataka. Think luxury, live luxury. Free delivery with warranty. Tamam, finest quality at affordable price. Tamam Furniture World, Uppala, Bandiyod, Udyawar. Now at Mangalore. A trusted name with 30 years of experience in tiles, sanitary and plumbing products. Krishna Trading Company, the one and only ceramic hypermarket in North Malabar. Krishna Trading Company, MG Road, Kasargod. ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. ഗോൾഡ് കിങ്, മെയിൻ ജംഗ്ഷൻ, ഉപ്പള. ബ്രാഞ്ചസ് ഹൊസങ്കടി, കുമ്പള, കർണാടക, മുടിപ്പു. വാർത്തകൾ തുടരുന്നു. ഇന്റർനാഷണൽ ഫസ്റ്റ് എയ്ഡ് ഡേയുടെ ഭാഗമായി ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയും കരാട്ടെ ഫിറ്റ്നസ് ട്യൂട്ടോറിയലും സംയുക്തമായി ആദ്യ സഹായ ക്ലാസ് സംഘടിപ്പിച്ചു. കരാട്ടെ മാസ്റ്റർ മുഹമ്മദ് അഷ്റഫ് KM, ഡോക്ടർ കൃഷ്ണപ്രഭ K നായർ എന്നിവർ നേതൃത്വം നൽകി. ഇന്റർനാഷണൽ ഫസ്റ്റ് എയ്ഡ് ഡേയുടെ ഭാഗമായി ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയും കരാട്ടെ ഫിറ്റ്നസ് ട്യൂട്ടോറിയലും സംയുക്തമായി ആദ്യ സഹായ ക്ലാസ് സംഘടിപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലുള്ള കരാട്ടെ ഫിറ്റ്നസ് ട്യൂട്ടോറിയൽ കേന്ദ്രത്തിൽ നടത്തിയ പരിപാടിയിൽ പ്രശസ്ത കരാട്ടെ മാസ്റ്റർ മുഹമ്മദ് അഷ്റഫ് KMഉം ഡോക്ടർ കൃഷ്ണപ്രഭ K നായരും നേതൃത്വം നൽകി. ആദ്യ സഹായത്തിന്റെ അടിസ്ഥാന വ്യവസ്ഥകളും അടിയന്തര ചികിത്സാ രീതികളും ഉൾക്കൊള്ളിച്ചുള്ള വിശദമായ ക്ലാസുകൾ വിദ്യാർത്ഥികൾക്ക് നൽകി. MES കോളേജിലെയും സെന്റ് തോമസ് കോളേജിലെയും വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ സജീവമായി പങ്കെടുത്തു. കരാട്ടെ ഫിറ്റ്നസ് സെന്ററിലെ ജിൻസി, സമദ്, ഫാറൂഖ്, നജീബുള്ള എന്നിവരും വിവിധ ഡെമോൺസ്ട്രേഷൻ നടത്തി. പ്രായോഗിക പരിശീലനങ്ങൾ നൽകുകയും ചെയ്തു. ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെ ചെയർമാൻ മോഹൻദാസ് വയലാങ്കുഴി പരിപാടി ഏകോപനം നിർവഹിച്ചു. ഫൗണ്ടേഷൻ പൊതുജനങ്ങളിൽ മുൻകരുതലുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അടിയന്തര സാഹചര്യം നേരിടുന്നതിനുള്ള ശേഷി വളർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ബോധവൽക്കരണം നടത്താൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വലിയ പറമ്പ് മാവില കടപ്പുറം ഹയാത്തുൽ ഇസ്ലാം സഭയും മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മിലാദ് കോൺഫറൻസ് സെപ്റ്റംബർ 15 മുതൽ 18 വരെ മത സാംസ്കാരിക പരിപാടികളോടെ നടക്കും. റബ്ബിൽ അവൽ 11 സെപ്റ്റംബർ 15 ഞായറാഴ്ച രാത്രി 8:30 ഗ്രാൻഡ് മാലിദ് നടക്കും. സയ്യിദ് മുഹമ്മദ് ഇർഫാൻ അൽ ഹൈദ്രൂസി കൂട്ട പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. മുദരിസ് അഷ്റഫ് ബാക്കവി പ്രഭാഷണം നടത്തും. മഹല്ല പരിധിയിലെ മതബിരുദധാരികളെയും ഹാഫിലമാരെയും ആദരിക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ച് 16 രാവിലെ 8 മണിക്ക് പതാക ഉയർത്തും. 11 മണിക്ക് മൗലീദ് ജൽസയും തുടർന്ന് ഭക്ഷണ വിതരണവും നടക്കും. രാത്രി 7:30 കലാസാഹിത്യ മത്സരങ്ങൾ നടക്കും. സദർ മുഅല്ലിം സലീം സക്കാഫി ഉദ്ഘാടനം നിർവഹിക്കും. 17 രാത്രി 8 മണിക്ക് നടക്കുന്ന മതസൗഹാർദ്ദ സ്നേഹസംഗമം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. ഡോക്ടറേറ്റ് നേടിയ MK സുബൈറിനെ ചടങ്ങിൽ ആദരിക്കും. 18 രാത്രി 8 മണിക്ക് നടക്കുന്ന സമാപന സംഗമം മഹല്ല് കാസി MT അബ്ദുൽ ജലീൽ സക്കാഫി ഉദ്ഘാടനം ചെയ്യും. മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ നാണയം സമ്മാനിക്കും. തുടർന്ന് നടക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിന് ഫിലിപ്പ് മമ്പാട് നേതൃത്വം നൽകും. നാളെ രാത്രി ഉള്ള ഈ ഗ്രാൻഡ് മുന്നോട് കൂടിയാണ് പരിപാടി ഈ വർഷം ആരംഭിക്കുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലെയും മഹല്ലുകളിലെ കാതുമാറും അതോടൊപ്പം തന്നെ അവിടുത്തെ പണ്ഡിതന്മാരും അതുപോലെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും ഉൾക്കൊള്ളുന്ന വലിയൊരു വിഭാഗം ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നാളെ രാത്രിയിൽ
അതായത് 15-ാം തീയതി രാത്രിയിൽ ഈ ഗ്രാൻഡ് മൗലിദ് നടക്കും. ജമാഅത്ത് പ്രസിഡന്റ് ഇ കെ ജാഫർ, സെക്രട്ടറി എം അബ്ദുൽ സലാം, ഗ്ലോബൽ പ്രവാസി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ടി പി മുഹമ്മദ് ഹാജി, സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ കെ സി ഷുക്കൂർ, കൺവീനർ സി ബദറുദ്ദീൻ, എം ടി ഷഫീഖ്, ടി സി ഇസ്മായിൽ, എം ടി ഫത്താഹ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഒരിടവേള കൂടി. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം. വൈവിധ്യമാർന്ന സോഫ സെറ്റുകൾ, ബെഡ്റൂം സെറ്റുകൾ, ഡൈനിങ് ടേബിളുകൾ, അതിമനോഹരമായ മോഡുലർ കിച്ചണുകൾ തുടങ്ങി ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ലോകമാണിത്. കൂടാതെ വർഷത്തിൽ 365 ദിവസവും മറ്റാർക്കും നൽകാനാവാത്ത അതിശയകരമായ ഓഫറുകളും ഇവിടെയുണ്ട്. നാലപ്പാട് ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് KOL ഹോസ്പിറ്റൽ, നുള്ളിപ്പടി, കാസർഗോഡ്. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. 64 ദശമഹാവിദ്യകളിലും മികച്ച പാണ്ഡിത്യം നേടിയിട്ടുള്ള കേരളത്തിലെ പ്രശസ്ത ജ്യോതിഷൻ ജ്യോതിഷി പണ്ഡിറ്റ് KS മൂർത്തി കേരളത്തിലെ അഷ്ടമംഗല്യ ചോദ്യവും അഥർവാൻ വേദ പരീക്ഷണവും കുട്ടിച്ചാത്തൻ ദൈവശക്തിയാൽ പരിഹരിക്കുന്നു. കൂടാതെ മറ്റെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നു. വിവാഹ പ്രശ്നങ്ങൾ, പ്രണയപരാജയങ്ങൾ, ആരോഗ്യ പ്രശ്നം, ബിസിനസ്സിൽ ഏറ്റക്കുറച്ചിലുകൾ, ദാമ്പത്യത്തിൽ സംഘർഷം, മാനസികാസ്വസ്ഥത, മാതാമന്ത്രദോഷം തുടങ്ങിയ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ജ്യോതിഷാലയം KS മൂർത്തി, നിയർ KSCB ഭാഗീരഥി കോംപ്ലക്സ്, നിയർ SGK ടെമ്പിൾ, കുമ്പള. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447 18819 79754 അതിശയിപ്പിക്കുന്ന വിലക്കുറവും അമ്പരപ്പിക്കുന്ന ഗുണമേന്മയുമായി കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ആദ്യത്തെ ഷോപ്പിംഗ് വിസ്മയം ഷോപ്രിക്സ് സൂപ്പർ സെന്റർ കാഞ്ഞങ്ങാട്. എളുപ്പത്തിൽ അനായാസം ഷോപ്പ് ചെയ്യാനുള്ള സൗകര്യവും നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ മറ്റ് നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ, കൂടാതെ നല്ല ഇനം ഗുണമേന്മയുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ഫ്രഷ് ആൻഡ് ഓർഗാനിക് ഫ്രൂട്ട്സും പച്ചക്കറികളും. കാഞ്ഞങ്ങാടിൽ ആദ്യമായി ഏറ്റവും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. ഷോപ്രിക്സ് സൂപ്പർ സെന്റർ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. റീറ്റെയിൽ ഇൻ ഡീറ്റെയിൽ. കാഞ്ഞങ്ങാടിന് ഷോപ്പിംഗ് നാട്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സ്വർണ്ണവിലയിൽ ഉണ്ടായ വർധനവ് ഒരു പവന് 10,000 രൂപയിൽ കൂടുതലാണ്. ഈ വില വർധനവിൽ നിന്നും രക്ഷ നേടുവാൻ ഇപ്പോൾ ഭീമ അവതരിപ്പിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. അതെ, ഈ ഓണത്തിന് 2-in-1 ഓഫറുമായി ഭീമ ജ്വല്ലറി. ഓരോ അഡ്വാൻസ് ബുക്കിംഗിനുമൊപ്പം ഗൃഹോപകരണങ്ങൾ സമ്മാനമായി നേടുവാനുള്ള സുവർണാവസരം. അതെ, 5% മാത്രം അഡ്വാൻസ് ബുക്ക് ചെയ്താൽ നിങ്ങളുടെ ഇഷ്ട ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഈ ഓഫർ സെപ്റ്റംബർ 30-നുള്ളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രം ബാധകം. ഭീമ ജ്വല്ലറി, കാസർഗോഡ്, കാഞ്ഞങ്ങാട്. SSLC+2കാർക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. ഹായ്, ഞാൻ ഫറാദ്. 20 വർഷമായി ഞങ്ങൾ അവിടെ നിന്നാണ് പൊന്നെടുക്കുന്നത്. ആരെന്തു പറഞ്ഞാലും ഇനി അവിടെ തന്നെ എടുക്കും. അതൊരു വിശ്വാസമാണ്. രാജധാനി ഗോൾഡൻ ഡയമണ്ട്സ്, ബദിയടുക്ക, കുമ്പള. തിരിച്ചു വരാം വാർത്തകളിലേക്ക്. മയങ്കര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വിശേഷാൽ കാർത്തിക പൂജയും ദീപോത്സവവും നടന്നു. ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. മയങ്കര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി കാർത്തിക പൂജയും ദീപോത്സവവും നടന്നു. രാവിലെ 6 മണിക്ക് പവമാന അഭിഷേകവും ഗണപതി ഹോമവും നടന്നു. ഭക്തജനങ്ങളുടെ എല്ലാ സേവകളും ഒക്കെ കൂടിയിട്ട് നമ്മൾ ജീർണോദ്ധാരത്തിൻ്റെ പ്രാർത്ഥന, ഗണപതി ഹോമം, പിന്നെ പവമാന അഭിഷേകം, ലക്ഷദീപോത്സവം, വലിയ കാർത്തിക പൂജ എല്ലാ സേവ ചെയ്തിട്ട് എല്ലാ വീടുകളെയും പ്രതിനിധീകരിച്ച് നിരവധി ഭക്തരാണ് ദീപം ജ്വലിപ്പിക്കുവാൻ ക്ഷേത്രത്തിൽ എത്തിയത്.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നെല്ലിക്കുന്ന് AUAUP സ്കൂൾ വിദ്യാർത്ഥികൾ അടുത്തുള്ള അംഗൻവാടി സന്ദർശിച്ചു. സ്വന്തം കൃഷിയിടത്തിൽ വിളയിച്ച നേന്ത്രക്കുല സമ്മാനിച്ചാണ് കുട്ടികൾ മടങ്ങിയത്. നെല്ലിക്കുന്ന് അൻവറുൽ ഉലൂം AUP സ്കൂൾ നല്ലപാടം ക്ലബ്ബിലെ കുട്ടികൾ സ്കൂളിനടുത്തുള്ള അംഗൻവാടി സന്ദർശിച്ചു. അംഗൻവാടിയിലെ കുട്ടികൾക്ക് സ്വന്തം കൃഷിയിടത്തിൽ വിളയിച്ച നേന്ത്രക്കുല സമ്മാനിച്ചു. നല്ലപാടം കോർഡിനേറ്ററും അംഗൻവാടി അധ്യാപകരും സന്ദർശനത്തിന് നേതൃത്വം നൽകി. ഇനിയും പല കൃഷികളിലും വിളവെടുക്കുവാൻ സന്നദ്ധരായിരിക്കുകയാണ് AUAUP സ്കൂൾ നെല്ലിക്കുന്നിലെ നല്ലപാടം ക്ലബ്ബ് വിദ്യാർത്ഥികൾ. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പിന്തുണയാണ് കുട്ടികൾക്ക് പ്രചോദനമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. പൂക്കളം ഒരുക്കാനും വസ്ത്രങ്ങൾ വാങ്ങാനും ഓണസദ്യ ഒരുക്കാനുമുള്ള തിരക്കിൽ മലയാളികൾ. ഓണത്തിന്റെ വരവറിയിച്ച് ഓണത്താർ തെയ്യം ദേശസഞ്ചാരം തുടങ്ങി. ഉത്തര മലബാറിലെ ചില ഗ്രാമങ്ങളിലാണ് മഹാബലി സങ്കല്പത്തിലുള്ള ഓണത്താറിന്റെ ഗൃഹസന്ദർശനം. മലേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായി പരാതി. കുമ്പള സ്വദേശിയായ ട്രാവൽ ഉടമയ്ക്കെതിരെ 24 യുവാക്കൾ രംഗത്തെത്തി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. സ്വർണമാല വാങ്ങാനെന്ന വ്യാജേന ജ്വല്ലറിയിലെത്തിയ മധ്യവയസ്കൻ 1 പവനോളം തൂക്കമുള്ള മാലയുമായി കടന്നു. കർണാടക കാർക്കളയിലെ ജ്വല്ലറിയിലായിരുന്നു സംഭവം. സമ്പൂർണ്ണ ജൻസുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി കൈവരിച്ച ജില്ലയായി കാസർഗോഡ്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രഖ്യാപനം നടത്തി. വയോധികരും കിടപ്പുരോഗികളുമായുള്ളവർക്ക് ഓണക്കോടി വീടുകളിൽ എത്തിച്ചു നൽകി മാണിയാട്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. 50 പേർക്കാണ് ഓണക്കോടി സമ്മാനിച്ചത്. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.